പാകിസ്ഥാനുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇന്ത്യ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു അവസരം വരികയാണെങ്കിൽ 2 വിഷയങ്ങളിൽ മാത്രമേ ഇന്ത്യ ചർച്ചയ്ക്ക് ഉണ്ടാവുകയുള്ളൂ. ബാക്കിയൊന്നും ഇന്ത്യയിൽ താല്പര്യമില്ല എന്ന് നമ്മൾ മുൻകൂട്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ശരിയുമാണ്. അല്ലാതെ പാകിസ്ഥാനുമായി ചർച്ചയ്ക്ക് ഇരിക്കേണ്ട യാതൊരു ആവശ്യവും ഇന്ത്യക്ക് ഇല്ല. 2 വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, പാകിസ്ഥാൻ ഭീകരവാദത്തിനെ സഹായിക്കുന്നത് എത്രയോ വർഷങ്ങളായി ചെയ്യുന്ന ഈ സംഗതി ഉടനെ നിർത്തലാക്കണം. രണ്ടാമത്, പാകിസ്ഥാന്റെ അധീനതയുള്ള കശ്മീരിന് എങ്ങനെയാണ് വിട്ടുതരിക എന്താണ്, അതിനുള്ള ചർച്ച മാത്രമേ ഇന്ത്യ ഏറ്റെടുക്കുകയുള്ളൂ. അത് പ്രധാനമന്ത്രി പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് വേറെ യാതൊരു ചർച്ചയ്ക്കും ഇന്ത്യ തയ്യാറാവില്ല. കാരണം ആവശ്യമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിന്റെയൊക്കെ കാലം കഴിഞ്ഞുപോയി. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് പാകിസ്ഥാൻ ഇങ്ങനെ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. അതൊക്കെ സമയം നീട്ടിക്കൊണ്ടുപോകുക എന്നൊക്കെയുള്ള ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടിയായിരിക്കും, അവരുടെ സ്വന്തം താല്പര്യത്തോടു കൂടിയായിരിക്കും, അവരുടെ നാട്ടുകാർക്ക് വേണ്ടിയോ അവരെ സഹായിക്കുന്നവർക്ക് വേണ്ടിയോ ഉള്ള ഒരു അഭിനയമായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, അതാണ് എന്റെ ശരി. അപ്പോൾ ഇന്ത്യ ഒരു തരത്തിലും ഒരു കാര്യത്തിലും പാകിസ്ഥാനുമായിട്ട് ഇരുന്നിട്ട് സംസാരിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് എന്റെയും ഉറച്ച അഭിപ്രായം. കാരണം ഇന്ത്യക്ക് കിട്ടിയ പക്ഷേ അവസാനത്തെ ഒരു സന്ദർഭമാണ് ഇത്. ആ സന്ദർഭം ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ സൈനികരാണ്, നമ്മുടെ വളരെ പരിചയമുള്ള ഭരണകർത്താക്കളാണ്, നമ്മുടെ വളരെ അധികം അധ്വാനിക്കുന്ന ബ്യൂറോക്രാറ്റ്സുകളാണ്, ഇന്ത്യയിലെ വളരെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ് ഈ ഒരു അവസരം ഉണ്ടാക്കിയെടുത്തതാണ്. കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ തന്നെ പ്രതിപക്ഷ പാർട്ടികളിലെ പല നേതാക്കന്മാരും ലോകത്തിന്റെ പല ഭാഗത്തും പോയിട്ട് ഇന്ത്യയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് കിട്ടിയ ഒരേ ഒരു അവസരം, അതും അവസാനത്തെ അവസരമാണ്. ഈ അവസരത്തിലെങ്കിലും നമ്മൾ പഴയ എല്ലാം മാറ്റിയെടുത്തിട്ട് പുതിയ ഒരു ജീവിതം ജീവിക്കണം. അത് തന്നെയായിരിക്കും പാകിസ്ഥാനും അനുകൂലം എന്നാണ് ഞാൻ പറയുക. പാകിസ്ഥാന്റെ അധീനതയുള്ള കശ്മീരിനെ ഇന്ത്യക്ക് ഉടനെ തിരിച്ചേൽപ്പിക്കുക, എല്ലാ ഭീകരപ്രവർത്തനങ്ങളും തടയുക, അതിന് ഇന്ത്യയുടെ സഹായവും എടുക്കുക. ഇതാണ് പാകിസ്ഥാൻ ചെയ്യേണ്ടത്. പാകിസ്ഥാന് ഏകദേശം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും. പക്ഷെ അതിന് പാകിസ്ഥാൻ വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാകിസ്ഥാൻ അതിനകത്ത് തന്നെ വളരെയധികം പ്രശ്നങ്ങളുണ്ട്. ഒരിക്കലും പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി തീരുമാനമെടുക്കുന്ന മാതിരി പാകിസ്ഥാനെ പറ്റി ഒരിക്കലും പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് തീരുമാനമെടുക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇവിടെയും പാകിസ്ഥാൻ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു പരാജയം പാകിസ്ഥാന് സംഭവിക്കുകയാണെങ്കിൽ, എന്തിലേക്കെങ്കിലും പാകിസ്ഥാൻ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ പാകിസ്ഥാന്റെ അവസാനത്തിലേക്കുള്ള ഒരു ഉറച്ച നീക്കമായിരിക്കും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് ഇന്ത്യ ഒരു തരത്തിലും സമ്മതിക്കില്ല. അത് തന്നെയാണ് എന്റെയും അഭിപ്രായം. ഞാൻ അതിനെ എല്ലാ തരത്തിലും പിന്താങ്ങുകയാണ്. 2 സംഗതികൾ ഒഴികെ. ഒന്ന്, ഭീകരപ്രവർത്തനങ്ങളൊക്കെ ഇനി ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് ഇന്ത്യക്ക് നൽകുക. ആ ഭീകരപ്രവർത്തനങ്ങളെ തടയുവാൻ ഇന്ത്യയോട് തന്നെ സഹായം ചോദിക്കുക. 2, പാകിസ്ഥാന്റെ അധീനതയുള്ള കശ്മീർ ഇന്ത്യക്ക് കൊടുക്കുക. ഇത് രണ്ടും പാകിസ്ഥാനെ കൊണ്ട് സാധ്യമല്ല എന്നുള്ളതും എനിക്കറിയാം. പക്ഷേ നമ്മുടെ ഗവൺമെന്റിന് അത് സാധിപ്പിച്ചെടുക്കുവാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് പാകിസ്ഥാനും വളരെ നല്ലത്. ഇതിലും നല്ല ഒരു സംഗതി പാകിസ്ഥാന് ലഭിക്കാനില്ല. കാരണം അങ്ങേ അറ്റത്തെ അവശതയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇനി ഒന്ന് വീഴുകയേ വേണ്ടു. ഒരു ഉന്തും കൂടെ കൊടുത്താൽ പാകിസ്ഥാൻ വീഴും. പിന്നീട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിലും ഇതേമാതിരിയുള്ള പാകിസ്ഥാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ തന്നെ പലതും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനെ സഹായിക്കുവാൻ സാധിക്കുന്ന ഒരേ ഒരു രാജ്യം ഈ ലോകത്തിൽ ഇന്ത്യ മാത്രമാണെന്ന് പാകിസ്ഥാന് മനസ്സിലാകണം. അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലാകേണ്ട ആവശ്യമുണ്ട് എന്നാണ് ഞാൻ പറയുക.